അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മളൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 kg ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, സാധാ എരിവുള്ള മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, 2-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില എല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഒത്തിരി അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 3-4 ഏലക്കായ, കുറച്ച് പട്ട, ഒരു 4-5 ഗ്രാമ്പു എല്ലാം കൂടി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. പൊടികളും ആ എണ്ണയിലൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് 1 കപ്പ് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കിയിട്ട് ഈ മസാലയൊക്കെ ബീഫിൽ പിടിക്കണവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂട് കയറ്റിയെടുക്കാം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിൽ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. ഫില്ലിങ്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ സ്റ്റീമറിൽ പഴം ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വെക്കുമ്പോൾ കാണിക്കാൻ വേണ്ടി വിട്ടുപോയി, വീഡിയോ കിട്ടിയില്ല. അത് ചെറുതായിട്ട് ആവി കയറി വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ പൊളിച്ച് അതിൻ്റെ ഉള്ളിലത്തെ നാരൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കാം. നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ നമുക്ക് നല്ല ഇത് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മളെ പഴമൊക്കെ നന്നായി ഉടഞ്ഞൊരു മാവ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ പഴത്തിൻ്റെ മിക്സിൽ നിന്ന് ഒരു വലിയ ബോൾ എടുത്തിട്ട് കൈയിൻ്റെ അടിയിലൊന്ന് വെച്ചൊന്ന് പരത്തി കൊടുക്കുക. ഉന്നക്കായൊക്കെ ഉണ്ടാക്കണത് കണ്ടിട്ടുണ്ട്. ഉന്നക്കായ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിൽ നമുക്കിതൊന്ന് പരത്തിയെടുത്ത് ഒന്ന് ഫില്ലിങ്സ് വെച്ച് റോളാക്കി എടുക്കാം. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഒരു
ടേബിൾ സ്പൂൺ നിറയെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. രണ്ട് സൈഡൊന്നും ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ജോയിൻ്റ് ആവാത്ത ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടെ പഴത്തിൻ്റെ മിക്സ് വെച്ച് കൊടുത്തിട്ട് നന്നായി കവർ ചെയ്തെടുക്കണം. ഇത് രണ്ട് കൈയും വെച്ച് ഇതുപോലെ റോൾ ചെയ്താൽ മൊത്തമായിട്ട് കവറായിട്ട് നമുക്ക് കിട്ടും. ഉന്നക്കായുടെ ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാൻ ഉന്നക്കായുടെ ഷേപ്പിലല്ല ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഒന്ന് റോളാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതാ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് മുക്കി പൊരിച്ചെടുക്കണം നമുക്ക്. അതിന് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 കയ്യിൽ മൈദ ഇട്ട് കൊടുക്കാം. അതേ കയ്യിൽ തന്നെ ഒരു കയ്യിൽ അരിപ്പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു പിഞ്ച് മഞ്ഞളും ചേർത്ത് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. പഴംപൊരിക്കൊക്കെ മാവ് ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി ലൂസായി പോകരുത്. കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു മാവ് പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ റോളും നമുക്കിതിലൊന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം നമുക്കിതിട്ട് കൊടുക്കാൻ. ഇതുപോലെ നമുക്ക് മൈദ മാവിലൊന്ന് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് രണ്ട് ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ബീഫും പഴംപൊരി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതേ ടേസ്റ്റിൽ നമുക്കിത് ഒറ്റ സ്നാക്സായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. നല്ല ഫില്ലിങ്സോട് കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.